അഡ്വക്കേറ്റ് പി.കെ. ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയറായേക്കും. പയ്യാമ്പലത്തു നിന്നും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഇന്ദിര വിജയിച്ചത്. മേയർ ആരാകണമെന്ന് പാർട്ടി പിന്നീട് തീരുമാനിക്കുമെന്ന് കെ. സുധാകരൻ എം.പി. പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷനിൽ വൻഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ ഏറുന്ന UDF-നെ ആര് നയിക്കും എന്ന ചർച്ചയും സജീവമാണ്. നിലവിലെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര മേയറാകാനാണ് സാധ്യത. പയ്യാമ്പലത്ത് 53 വോട്ടിനാണ് ഇന്ദിര വിജയിച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നിർണായകമായത് ഇന്ദിരയുടെ വ്യക്തിപ്രഭാവം കൂടിയാണ്. കൗൺസിലറായിരുന്ന ജയസൂര്യൻ, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസ് എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രവർത്തനവും ഘടകമായി. അവിടെ റിബൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ല. BJPക്ക് വോട്ട് വർദ്ധിച്ചപ്പോൾ CPM-ന് വോട്ട് കുറയുകയും ചെയ്തു. ഇന്ദിരയെ തോൽപ്പിക്കാൻ പല ചരടുവലികളും നടന്നുവെങ്കിലും എല്ലാറ്റിനെയും അതിജീവിക്കാൻ അവരുടെ ജനകീയ ഇടപെടലുകൾക്ക് കഴിഞ്ഞു. പയ്യാമ്പലത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അവർക്കൊരു മേയറെ കിട്ടുമെന്നത് തന്നെയായിരുന്നു. അതും വിജയത്തിൽ നിർണായക ഘടകമായി. മേയറെ പാർട്ടി പിന്നീട് തീരുമാനിക്കുമെന്ന് കെ. സുധാകരൻ MP. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ, മുൻ കൗൺസിലർ അഡ്വക്കേറ്റ് ലിഷ ദീപക് എന്നിവരും UDF-ൽ ജയിച്ച പ്രമുഖരാണ്. മേയർ സ്ഥാനത്തേക്ക് ഇവരെയും പരിഗണിക്കപ്പെട്ടേക്കാമെങ്കിലും കോർപ്പറേഷനിലെ ഭരണപരിചയം അഡ്വക്കേറ്റ് പി. ഇന്ദിരയ്ക്ക് തുണയാകും. കെ. സുധാകരൻ MP എടുക്കുന്ന നിലപാടാണ് മേയർ ആരെന്ന കാര്യത്തിൽ നിർണായകമാവുക. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.